ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പൊതുവെയും കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് ശ്രീ കെ.സി. വേണുഗോപാൽ കേന്ദ്രത്തിൽ നിർണായകമായ പാർട്ടി സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രവർത്തന പാരമ്പര്യത്തെക്കുറിച്ചൊന്നും കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. വിദ്യാർത്ഥി കാലം മുതൽ അദ്ദേഹം KSUവിലൂടെ വളർന്ന് എല്ലാ മേഖലകളിലൂടെ പടിപടിയായി ഉയർന്ന് പ്രവർത്തനം കാഴ്ചവെച്ച് ജനങ്ങളുടെ അംഗീകാരവും സമ്മതവും നേടിയാണ് അദ്ദേഹം ഇപ്പോൾ വളരെ നിർണായകമായ ഒരു സ്ഥാനത്തിരിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയും AICC പ്രസിഡന്റും ഒക്കെ കഴിഞ്ഞാൽ പാർട്ടിയിൽ ഔദ്യോഗികമായി വളരെ ഉയർന്ന സ്ഥാനമാണ് ശ്രീ കെ.സി. വേണുഗോപാൽ, അതായത് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഡൽഹിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അദ്ദേഹം കേരളത്തിന്റെ കാര്യത്തിൽ വളരെ സജീവമായി ഇടപെടുന്ന, മാതൃകാപരമായ സേവനം നടത്തുന്ന, പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി നേതാവാണ് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. അദ്ദേഹം ദീർഘകാലങ്ങളായി ഡൽഹിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അദ്ദേഹം ഇക്കഴിഞ്ഞ 2024 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങി ആലപ്പുഴ വന്ന് വൻപിച്ച വിജയം നേടി പാർലമെന്റ് അംഗമായിരിക്കുന്ന ആളാണ്. കേരളത്തിൽ അങ്ങനെയൊക്കെ നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിരന്തരമായി 365 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ പരാജയം ഏൽക്കേണ്ടതായി വന്നിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ശ്രീ കെ.സി. വേണുഗോപാലിന്റെ സ്ഥാനം ഒട്ടും ചെറുതല്ല എന്ന് ഏറ്റവും ഒടുവിൽ തെളിയിച്ചു കൊടുത്ത ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ പാർലമെന്റിലേക്കുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയം. ആ അംഗീകാരം അദ്ദേഹത്തിന് ഹൈക്കമാൻഡ് നൽകുന്നുണ്ട്. ഒരുപക്ഷെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ നിഴല് പോലെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് വേണുഗോപാൽ എന്ന് പറഞ്ഞാലും അധികപ്പറ്റാവുകയില്ല. കാരണം ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയതായിട്ടുള്ള ദേശീയ യാത്രകൾ, പദയാത്രകൾ, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്, തെക്ക് നിന്ന് വടക്കോട്ട് നടത്തിയതായിട്ടുള്ള പദയാത്രകളിലൊക്കെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തു നിന്ന് മുഴുവൻ സമയവും ഈ ശ്രീമാൻ രാഹുൽ ഗാന്ധിയോടൊപ്പം നടന്ന് പ്രവർത്തിച്ച ഒരാളാണ് ശ്രീ കെ.സി. വേണുഗോപാൽ. അതിപ്പോൾ പ്രധാനമായി പറയാൻ കാര്യം, ഈ 2 ദിവസമായി വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നടന്ന കോൺഗ്രസ് നേതൃസംഗമത്തിൽ അദ്ദേഹം നടത്തിയ ചില ഇടപെടലുകളാണ്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലുള്ള നേതാക്കന്മാരെ പോലും ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. 2-3 കാര്യങ്ങൾ അദ്ദേഹം എടുത്ത് അക്കമിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സെഞ്ചുറി അടിച്ചിട്ടേ ഞാനിവിടെ നിന്ന് മടങ്ങിപ്പോവുകയുള്ളൂ. 100 സീറ്റെങ്കിലും നേടി UDFനെ അധികാരത്തിലെത്തിയെങ്കിലേ എനിക്ക് വിശ്രമമുള്ളൂ എന്ന് അദ്ദേഹം കടുത്ത ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ പറയുകയാണ് ഉണ്ടായത്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇതുവരെ അവഗണിക്കപ്പെട്ടിരുന്ന വനിതകൾക്കും യുവാക്കൾക്കും ഗണ്യമായ സ്ഥാനം സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരിക്കും. അതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടയാളപ്പെടുത്തേണ്ട സംഭവങ്ങളാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് എപ്പോഴും എതിരാളികൾ നടത്തി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇവിടെ പഴയ നേതാക്കന്മാർ മാത്രമാണ് വീണ്ടും 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 മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. യുവാക്കൾക്കും സ്ത്രീകൾക്കും വേണ്ട പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നുള്ള ആക്ഷേപം പാർട്ടിയെ സംബന്ധിച്ച് ദശാബ്ദങ്ങളായിട്ടുണ്ട്. ഒരു പ്രാവശ്യം MLA ആയിക്കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തെ തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ നിർത്തുന്ന ഒരു പാരമ്പര്യമാണ്. അതെല്ലാം വന്ന് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പങ്കുവയ്ക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു കോൺഗ്രസ്. അതായിരുന്നു കോൺഗ്രസിന്റെ ഏറ്റവും കടുത്ത ശാപം. A ഗ്രൂപ്പ് എന്നും I ഗ്രൂപ്പ് എന്നും O ഗ്രൂപ്പ് എന്നും K ഗ്രൂപ്പ് എന്നും ഒക്കെ പറഞ്ഞ് ഗ്രൂപ്പ് കളിച്ച് പാർട്ടിയെ നാമാവശേഷമാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി. എന്നാൽ അതെല്ലാം ഇപ്പോൾ മാറി വളരെ സൗമ്യമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കോൺഗ്രസ് പാർട്ടിയിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. ഏക മനസ്സോടുകൂടി കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ
ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടായ വൻപിച്ച മുന്നേറ്റം. ഭരണഭാഗത്തുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ മുഖത്തെ കർണത്തെ അടി കൊടുത്തുകൊണ്ടാണ് അവരെ തെരഞ്ഞെടുപ്പ് ഗോദായിൽ നിന്നും വളരെയേറെ പിന്നാക്കം അടിപ്പിച്ചത്. അതിലൊക്കെ ഈ നേതാക്കന്മാരുടെ ഏക മനസ്സോടുകൂടിയുള്ള ഐക്യത്തോടുള്ള പ്രവർത്തനം വളരെ പ്രധാനമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിലൊക്കെ തക്ക സമയത്ത് ഇടപെട്ട് ആലോചനകൾ കൊടുത്ത ഒരാളാണ് ശ്രീ KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ആരും എതിർക്കുമെന്ന് തോന്നുന്നില്ല. മൂന്നാമതായി അദ്ദേഹം നടത്തിയ വലിയൊരു പ്രസ്താവന, സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടാവുകയില്ല. വാർത്തകൾ തലക്കെട്ട് കിട്ടുന്നതിന് വേണ്ടി ചില നേതാക്കന്മാർ മറ്റുള്ള ആളുകളെ കൂലിക്കെടുത്തുകൊണ്ട് ഞാൻ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അത് എൻ്റെ മണ്ഡലമാണ്, ഞാനത് ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞൊക്കെ നടത്തുന്ന പ്രചരണങ്ങളെ അദ്ദേഹം ശക്തമായി വിമർശിച്ചിരിക്കുന്നു. അതൊക്കെ പറയാനുള്ള ആർജവം അദ്ദേഹം കാട്ടിയിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ പാർട്ടിയോടുള്ള പ്രതിബദ്ധതയാണ് വെളിപ്പെടുത്തുന്നത്. അദ്ദേഹം ഒരു ഗ്രൂപ്പിന്റെയും ആളായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള സന്ദേശം കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയാതെ പറഞ്ഞത്, MP-മാരായിരിക്കുന്ന ആളുകൾ ഇപ്പോൾ MP-മാരായി കഴിഞ്ഞ വർഷം തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ആരും നിയമസഭയിലേക്ക് മത്സരിക്കാനായി ആ സ്ഥാനം ഉപേക്ഷിച്ചു വരേണ്ടതില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നില്ല. കാരണം അത് പറയാൻ പല മാധ്യമങ്ങളും ചില സന്ദർഭങ്ങളിലെങ്കിലും ബോധപൂർവമോ അല്ലാതെയോ അദ്ദേഹവും ഒരു മുഖ്യമന്ത്രിയാകാൻ കേരളത്തിൽ ആഗ്രഹിക്കുന്നു എന്ന വാർത്ത പടച്ചുവിട്ടിട്ടുണ്ട്. അത് ആളുകളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആശയക്കുഴപ്പം ഇല്ലാതാകത്ത രീതിയിൽ അദ്ദേഹം പച്ചയായി 24 മണിക്കൂർ മുമ്പ് പറഞ്ഞിരിക്കുന്നു, യാതൊരു കാരണവശാലും ഞാൻ കേരളത്തിൽ മത്സരിക്കാനായി വരുന്നില്ല, ഞാനിപ്പോൾ പാർലമെന്റ് അംഗമാണ്. അതുപോലെ തന്നെ കേരളത്തിലുള്ള 18 പാർലമെന്റ് കോൺഗ്രസ് അംഗങ്ങളും അവരെ ഏൽപ്പിച്ച ചുമതലയിൽ തന്നെ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് 3-4 MP-മാർ തന്നെ ഇന്ന് പ്രസ്താവനയെ വന്നിട്ടുള്ളത്. ബെന്നി ബെഹനാനും രാജ്മോഹൻ ഉണ്ണിത്താനും കൊടിക്കുന്നിൽ സുരേഷും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ നിയമസഭയിലേക്ക് മത്സരിക്കാനില്ല. അപ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾ നന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തന രീതി വെച്ച് നോക്കുമ്പോൾ ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് അന്തിമമായ തീരുമാനം. അതെല്ലാവരും അനുസരിക്കാൻ തയ്യാറാണ്, അനുസരിച്ചെങ്കിലേ മതിയാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ സാന്ദർഭികമായി പറയട്ടെ, ഒരു സാങ്കല്പികമായി തന്നെ പറയട്ടെ, ഏതെങ്കിലും ഒരു MP-യോടോ 1-2 MP-മാരോടോ നിങ്ങൾ കേരളത്തിൽ പോയി നിയമസഭയിലേക്ക് മത്സരിക്കുക എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞാൽ സ്വാഭാവികമായി അവർ മത്സരിക്കാൻ തയ്യാറാകേണ്ടതായിട്ട് വരും. അതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായ ഒരു തീരുമാനമാണ്. അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ അഭിപ്രായം പറയുന്നത് വളരെ അപക്വമാണ്. അതിനകത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കാരണം പാർലമെന്റ് അംഗം ഇവിടെ അസംബ്ലിയിലേക്ക് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിലെ ആ സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അത് തിരിച്ച് ഈ കോൺഗ്രസ് തന്നെ 100% ആ സീറ്റുകളിലൊക്കെ വിജയിക്കുമെന്നൊന്നും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആർക്കും പറയാൻ സാധ്യമല്ല. ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ പരാജയപ്പെട്ട ആൾ വിജയിക്കും, വിജയിച്ചയാൾ പരാജയപ്പെടും. അതൊക്കെ ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. അപ്പോൾ കയ്യിലുള്ള സീറ്റുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു കളത്തിലേക്ക് ഇറങ്ങി കളിക്കേണ്ട ആവശ്യമില്ല. അത്ര നേതൃദാരിദ്ര്യമൊന്നും ഇപ്പോൾ കോൺഗ്രസിനില്ല. അവിടെയാണ് നേരത്തെ പറഞ്ഞ പ്രസ്താവനയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. യുവാക്കൾക്കും വനിതകൾക്കും ഗണ്യമായ സ്ഥാനം ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരിക്കുമെന്ന് എല്ലാവരും സംശയത്തിന് അതീതമായി പ്രസ്താവിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനും അത് ആവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് 100 സീറ്റിൽ കുറയാതെ വിജയിച്ചുകൊണ്ട് ഒരു തേരോട്ടം നടത്തി ഈ പിണറായി സർക്കാരിനെ തൂത്തെറിഞ്ഞുകൊണ്ട് വരുന്ന മെയ് മാസത്തിൽ UDF-ന്റെ ഒരു സർക്കാർ അധികാരത്തിൽ വരും. കാരണം ജനങ്ങളുടെ മനസ്സ് UDF-ന് അനുകൂലമായി കഴിഞ്ഞിരിക്കുന്നു. 10 വർഷത്തെ പിണറായി ഭരണം ജനങ്ങളെ ആകെ അസ്വസ്ഥരാക്കിയിരിക്കുന്നു. എന്തൊരു കടുത്ത അഴിമതിയാണ് അവർ ഈ നിയമനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിൻവാതിൽ നിയമനങ്ങൾ, എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കഠിനമായി പരീക്ഷ എഴുതി PSC റാങ്ക് ലിസ്റ്റിൽ കിടന്ന്
ജോലിക്ക് വേണ്ടി കേണഴിയുമ്പോൾ നമ്മൾ കണ്ടതാണ് തലസ്ഥാന നഗരിയിൽ റോഡിലൊക്കെ ശയന പ്രദക്ഷിണം നടത്തി തൊലിയെല്ലാം ശരീരത്തിലെ ഇല്ലാതെയായി ചെറുപ്പക്കാർ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരുന്നു. ആശാസമരം നമ്മൾ കണ്ടതാണല്ലോ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക് 10 രൂപ കൂട്ടിക്കൊടുക്കാൻ മനസ്സലിവില്ലാത്തതായിട്ടുള്ള ഈ സർക്കാരിനെതിരായി വിധി എഴുതുമെന്നുള്ളതിന്റെ സൂചനകൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പൊതുസമൂഹം നൽകിക്കഴിഞ്ഞു. ആ ഒരു ആർജവത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും CMPയും RMPയും അതുപോലെ RSPയും ഒക്കെ ഉള്ള പാർട്ടികൾ, മുന്നണിയിലുള്ള എല്ലാ പാർട്ടികളും ഏക മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. പാർട്ടിയുടെ ഐക്യം തെളിയിക്കുന്നതാണ് ഈ പിണറായി സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോൾ തന്നെ UDFന് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ വിജയം. പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ്, അത്തരം ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വൻപിച്ച വിജയമാണ്. ഏറ്റവും ഒടുവിൽ നിലമ്പൂർ നടന്ന ഉപതെരഞ്ഞെടുപ്പ്, അവിടെയെല്ലാം UDFനുണ്ടായ വിജയം ഈ പിണറായി സർക്കാരിന്റെ ഭരണത്തിനോടുള്ള വിരുദ്ധ വികാരമായിരുന്നു. ആശുപത്രികളെല്ലാം അനാഥമായി, മരുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് നാമാവിശേഷമായിരിക്കുന്നു. യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല. അങ്ങനെ ആകെ കൂടെ കെട്ടിമറിഞ്ഞു കിടക്കുന്ന തൊഴിലില്ലാത്ത യുവാക്കൾ തെരുവീതിയിൽ അലയുന്നു. അങ്ങനെയുള്ളപ്പോൾ തന്നെ പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന പട്ടിക അനുസരിച്ച് ആയിരക്കണക്കിന് ആളുകളെ പിൻവാതിലിലൂടെ നിയമിക്കുന്നു. ഇതെല്ലാം കണ്ട് മടുത്ത ജനം പ്രതികാരം വീട്ടാനായി കാത്തിരിക്കുകയാണ്. ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ കയ്യും മെയ്യും മറന്ന് ഒറ്റ മനസ്സോടുകൂടി കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്നത്. അവർ എല്ലാ തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞു. എങ്ങനെയായിരിക്കണം ഇനി പ്രവർത്തനം നടത്തേണ്ടത്? കരകോഴുവിനെ പോലുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരുടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി സ്ഥാനാർത്ഥികളെ നിർണയിച്ച് ഈ മാസം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗോദായിൽ ഇറങ്ങാനായി തീരുമാനമെടുത്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഈ സമ്മേളനം അവസാനിച്ചത്. അവിടെ ശ്രീമാൻ KC വേണുഗോപാൽ നൽകിയ നേതൃത്വം, അദ്ദേഹം പുറപ്പെടുവിച്ചതായിട്ടുള്ള അഭിപ്രായങ്ങൾ, അദ്ദേഹത്തെ വ്യക്തിപരമായി പ്രശംസിക്കാനല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പാർട്ടിക്ക് നൽകുന്ന സംഭാവനകൾ, ഒരു മലയാളി എന്ന രീതിയിൽ അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തെയും കേന്ദ്രത്തിലെ കോൺഗ്രസ് ഘടകത്തെയും ഒരുപോലെ സംരക്ഷിക്കുവാൻ അദ്ദേഹം കയ്യും മെയ്യും മറന്ന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു എന്നുള്ളത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒരുപാട് ഉത്തേജനം നൽകുന്നതാണ്. യുവാക്കൾക്കും വനിതകൾക്കും ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ്. അദ്ദേഹം നടത്തിയതായിട്ടുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. താഴേക്കിടയിലുള്ള അണികളെയും നന്നായി ഉത്തേജിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രാധാന്യമുള്ളതായിരിക്കും. ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തുന്ന മുഹൂർത്തങ്ങളായിരിക്കും. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് ഈ നേതാക്കന്മാരുടെ ഇടയിലെ ഒരുമയും യോജിപ്പും ഐക്യവും ഒക്കെ പ്രസക്തമാകുന്നത്. ഈ ഐക്യം നിരന്തരമായി നിൽക്കുവാൻ തക്കവണ്ണം എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കും. KPCC മുൻ പ്രസിഡന്റുമാർ, ഇപ്പോഴത്തെ പ്രസിഡന്റ്, മുൻ പ്രതിപക്ഷ നേതാക്കൾ, മന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ, MLA മാർ എല്ലാവരും, ജില്ലാ പ്രവർത്തകർ, അവരെല്ലാവരും തന്നെ ഒരു മനസ്സോടെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കർമ്മരംഗത്തിറങ്ങാൻ അവർ ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിന്റെ ശക്തമായ സൂചനകളാണ് ഈ കഴിഞ്ഞ 2 ദിവസം വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നടന്ന നേതാക്കളുടെ സമ്മേളനത്തിൽ നിന്ന് പൊതുസമൂഹം വായിച്ചെടുക്കുന്നത്.